ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ കാർ മുസഫിറെ പൊളിക്കാൻ നമുക്ക് ഓഫർ ഉണ്ടോ? ഓഫർ കൊടുക്കും അല്ലേ? ഡിസൈർ വരുന്നുണ്ട്. ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? അത് 11 വണ്ടിയാണ്. 2011 ഡിസൈർ ഡീസൽ നിങ്ങൾ തരാൻ പോകുന്നത് 2,20,000. അതൊന്നും നിങ്ങൾ കൊടുക്കണ്ട, പ്രൈസ് കുറച്ച് കൊടുക്കൂലേ? ഓക്കെ. അതേപോലെ തന്നെ 2008 28 വരെ പേപ്പറുള്ള സ്വിഫ്റ്റ് എത്ര കൊടുക്കുക? 1,80,000. അതിന്നും കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആണ്. 1 lakh ഫിനാൻസും കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഒരു i20 വരുന്നുണ്ട്. i20 2012 മോഡലല്ലേ? 18 ഡിസംബർ വണ്ടി കേട്ടോ. 2018 ഡിസംബർ വണ്ടി. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? അത് നമുക്ക് 5,20 ഫുൾ ലോൺ കൊടുക്കാം. 5,20 ഫുൾ ലോൺ കൊടുക്കാം. 5,20 ചോദ്യമാണ്, അതും ആസ്കിങ് അല്ലേ? അതെന്തായാലും കുറച്ച് കൊടുക്കും. അതേപോലെ തന്നെ നിസാൻ സണ്ണിക്കുട്ടൻ വരുന്നുണ്ട്. ഏതാ മോഡൽ? 2013 മോഡൽ വണ്ടിയാണ്. നമുക്ക് 2,40 കൊടുക്കാം. 2,40 കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇനോവ ക്രിസ്റ്റ നോക്കുന്നുണ്ടോ? 2017 മോഡൽ അല്ലേ? 2017 മോഡൽ എത്ര കൊടുക്കുക? നമുക്ക് 14 രൂപ കൊടുക്കാം. 14 ലക്ഷം രൂപ കൊടുക്കുക. 2 lakh ക്യാഷ് ബാക്കും കൊടുക്കുക. അതുപോലെ തന്നെ ക്രെറ്റ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2020 വണ്ടിയുണ്ട്. 8 ലക്ഷം രൂപ കൊടുക്കുക. അതേപോലെ തന്നെ ബഡ്ജറ്റ് കാർ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് കാറുകളുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 8-9 സ്വിഫ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിഡ്സ് വരുന്നുണ്ട്. ഫുൾ ഓണിൽ വരുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ നമ്മളെ കാറിലാണ് ഉള്ളത്. മുസഫിറെ, നമ്മൾ തുടങ്ങല്ലേ? പൂരം തുടങ്ങല്ലേ? വാസ്തു തന്നെ സ്വിഫ്റ്റ് നാട് തുടങ്ങാം. ഇത് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തറയിട്ടാൽ കോൺടാക്ട് നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായ് ഇട്ടാൽ 2 ലിങ്ക് വരും. ഫസ്റ്റത്തെ ലിങ്കിൽ മൊത്തം വണ്ടിന്റെ കാറ്റലോഗ് ഉണ്ട്. ഓക്കെ. സെക്കൻഡ് ലിങ്കിൽ പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോടി. അപ്പൊ എല്ലാ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ടല്ലേ? എവിടുന്നാണെങ്കിലും വണ്ടി മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം. സെക്കൻഡ് വണ്ടി മുക്താർ പറഞ്ഞതാണോ മുസഫിർ പറഞ്ഞതാണോ എന്നൊന്നും നോക്കരുത്. കാരണം നിങ്ങൾ എടുക്കുന്ന വണ്ടി നിങ്ങൾ ഉത്തരവാദിത്തോടെ ചെക്ക് ചെയ്യാം. അത്രേ ഉള്ളത്. അപ്പൊ എന്താ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസൈറിനാണ് തുടങ്ങാം. ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? ഡിസൈർ 2011 മോഡൽ VXI ഉണ്ട് കേട്ടോ. 2011 VXI. അടിപൊളി സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ് 73,000 ഓട്ടോ. 73,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് എത്ര വരുന്നത്? 2,20 ആസ്കിങ് നെഗോഷ്യബിൾ ആണ്. 2,20 ആസ്കിങ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ 2 lakh ഫിനാൻസും കൊടുക്കാം. ഓക്കെ. അതായത് ചെറിയൊരു പൈസ ഉണ്ട്, വണ്ടി ഇവിടെ നടക്കാം. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ. ഈ ഒരു ഇതോ ഡിസൈർ 2015 മോഡൽ VXI ഓട്ടോമാറ്റിക് വണ്ടി. VXI ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2015. ഓണർഷിപ്പ് ഇത് തേർഡ് ആണ് വരുന്നത്. കിലോമീറ്റർ 73 കിലോമീറ്റർ സർവീസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിവിടെ ആസ്ക് ചെയ്യുന്നത് 3,90,000. 3,90,000. 4 lakh ഫിനാൻസ് കൊടുക്കാം. ഒരു 10,000 രൂപ ക്യാഷ് ബാക്ക് എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. ആ ഒരു സ്വിഫ്റ്റോ? അത് ഓൾഡ് മോഡലാണ്. 2008 മോഡൽ. ഇപ്പൊ പുതിയ പേപ്പർ എടുത്തു. 28 വരെ പേപ്പർ ഉണ്ട്. VDI ആണ് വണ്ടി വരുന്നത്. ഡീസൽ. ഓണർഷിപ്പ് ഇത്ര 4th കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് ഇല്ല. കിലോമീറ്റർ 1.5 അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1,80 ആസ്ക് ചെയ്യേണ്ടത്. മാക്സിമം നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. 1 lakh ഫിനാൻസും കൊടുക്കാം. 1 lakh ഫിനാൻസ്. അതായത് ഒരു 80,000 രൂപ വണ്ടി സുഖമായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നതാണ് സ്വിഫ്റ്റ് വേറെ ഉണ്ട്. സ്വിഫ്റ്റ് ഒരുപാടുണ്ടല്ലേ? ഒരുപാട്. നിങ്ങൾ നമ്മളെ കാറ്റലോഗ് വാച്ച് ചെയ്താൽ മൊത്തം ഡീറ്റെയിൽസ് വേണമെങ്കിൽ കിട്ടും. ഓക്കെ. ഇത് നമ്മൾ വരുന്നത്? ഇത് 2013 ലാസ്റ്റ് വണ്ടിയാണ്. 2013 ലാസ്റ്റ്. ഡീസലാണോ? ഡീസൽ VDI. ഓക്കെ. അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് തേർഡ് വരുന്നത്. കിലോമീറ്റർ 1,20. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ആസ്ക് ചെയ്യേണ്ടത് 3,60,000. 3,60,000 നെഗോഷ്യബിൾ ആണ്. 3 lakh 3 lakh ഫിനാൻസ് കൊടുക്കും. ഒരു 60,000 രൂപയുടെ വണ്ടി സുഖമായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഏതാ വരുന്നത്? ക്രോസ് ആണോ? ക്രോസ്. 2015 മോഡൽ പെട്രോൾ ആണ്. 2015 പെട്രോൾ. ആകെ 60,000 ഓടിയിട്ടുള്ളൂ. 60,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് തേർഡ് വരുന്നത്. കിലോമീറ്റർ 60,000. G ആണ് വരുന്നത്. G ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? എയർ ബാഗ്, ABS അലവിലൊക്കെ ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ. റീപ്ലേസും ഇല്ല. 4,30 4 lakh ഫിനാൻസും കൊടുക്കാം. 4,30 4 lakh ഫിനാൻസ് ചെയ്യാം. ഒരു 30,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. നിസാൻ സണ്ണി റീ ആണല്ലോ? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതും സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 2013 മോഡൽ XL കേട്ടോ. XL ആണ് വരുന്നത്. ഡീസൽ. ഓണർഷിപ്പ് ഡുവൽ എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ ഓപ്ഷൻ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2,40 കൊടുക്കാം. 2,40 2013 മാർക്കറ്റിലെ വണ്ടിയാണ്. 2,40 2,40 സണ്ണിക്കുട്ടൻ കൊടുക്കാം. 2,60 നമുക്ക് ലോണും കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നമുക്ക് ക്രൂസ് കൊടുക്കണം. ക്രൂസ് ഷവർ ലൈറ്റ് ഉണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2012-13 വണ്ടിയാണ്. 12-13 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ LDZ. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ക്രൂസ് ഓർമ്മ നമ്മൾ സിംഗിൾ വീഡിയോ ഒക്കെ ചെയ്തത്. നമുക്ക് മാസം നമുക്ക് അപ്പോൾ ഒരു വണ്ടി വരലുണ്ട്. ക്രൂസ് വരും. ഇതിൻ്റെതായ കുറെ ആൾക്കാരുണ്ട് ഇതിന് ഇഷ്ടപ്പെടുന്നത്. കിലോമീറ്റർ വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ 82,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്.
നീറ്റ് വണ്ടി, ഒരു റീപ്ലേസിംഗ് കാര്യം ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് 3 റുപ്യാണ് ചോദിക്കുന്നത്, മാറ്റം വരുത്തി കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്, ഡിലേ കൊടുക്കും. 3 റുപ്യാണ് ചോദിക്കുന്നത്, മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് വരുന്ന BMW. ഏതാണ് സാധനം? ഡൽഹി DL ആണ്, 3 സീരീസ് ആണ് വരുന്നത്. 320 കേട്ടോ, 320 ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,02,000. 1,02,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കിലോമീറ്റർ പക്കാ പറയാൻ പറ്റില്ല അല്ലേ? ഒരു വണ്ടിക്ക് നമ്മൾ കിലോമീറ്റർ ഗ്യാരണ്ടി പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ. DL വണ്ടി ആയതുകൊണ്ടാട്ടോ. പിന്നെ പൈസ വരുന്നത് ഇത് നമുക്ക് 3,80,000 കൊടുക്കാം. 3,80,000. എത്ര ലോൺ കയറും? ലോൺ ഇത് കേരള ആക്കിയാൽ ലോൺ കേരള ആക്കി കഴിഞ്ഞാൽ റേറ്റിൽ മാറ്റം പറ്റില്ലേ? ഈ കണ്ടീഷനുള്ള വിലയാണ് 3,80,000 അല്ലേ? ഓക്കെ. ഇനി ഒരു i20 വരുന്നുണ്ട്. i20 ഏതാ മോഡൽ വരുന്നത്? i20 2018 മോഡലാണ്. 2018 ഡിസംബർ വണ്ടി, മാഗ്ന ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്, 73,000 കിലോമീറ്റർ ഓട്ടം. എത്ര? 73,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കർണാടക അറിയാണ്ടോ. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് 5,20,000 കൊടുക്കാം. 5,20,000. ഇതിന്മേൽ നമുക്ക് 5,6 രൂപ വരെ ലോണും കയറും അല്ലേ? അതായത് ഒരു 50,000 രൂപ ക്യാഷ് ബാക്ക് എന്തായാലും കയറും. വോൾസ്വാഗൻ പോളോ. വോൾസ്വാഗൻ 2011 വണ്ടിയാണ്. ഡീസലോ പെട്രോളോ? ഡീസൽ. ഇത് കംഫർട്ട് ലൈൻ ആണ്. ഇതിന്റെ ഹൈലൈൻ നമ്മുടെ അപ്പുറത്തുണ്ട്. ഓട്ടോമാറ്റിക് ജീട്ടില്ല, മാനുവൽ ഉള്ളത്. 2,260 കൊടുക്കണം നമുക്ക്. 2011 അത് കംഫർട്ട് ലൈൻ, അത് ഹൈലൈൻ ആണ്. ഹൈലൈൻ 260 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് കാണിക്കാം ഫോർഡ് ഫിഗോ. ഇതൊക്കെ നമുക്ക് 1,000 ഉണ്ട് കേട്ടോ. ഫിഗോകള് ബീറ്റുകളൊക്കെ 1,000. ബീറ്റൊക്കെ ഏതാ മോഡൽ വരുന്നത്? 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഒക്കെ 1,000. ഓക്കെ. ഈ ഒരു സാൻഡ്രോ ഏതാ വരുന്നത്? സാൻഡ്രോ നമുക്ക് ഇത് 90 രൂപയുടെ സാൻഡ്രോ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2006 ഏറ്റവും ഫുൾ ഓപ്ഷൻ. 2006 4 ഡോർ വിൻഡോ വരുന്ന ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ വരുന്ന ടൈപ്പ് അല്ലേ? അതെ, AC പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ. എത്ര? 90 രൂപ. നമുക്ക് 80 രൂപയുടെ സാൻഡ്രോ നമ്മുടെ വേറുണ്ട്. ഓക്കെ. ഞാൻ ഐറ്റന്റെ വണ്ടി 2011 മോഡലുണ്ട്. 2011 ഐറ്റൻ എത്ര? 1,65 കൊടുക്കാം. 1,65. ഞാൻ ഡ്രൈവിംഗ് ഓടിക്കാൻ പറ്റിയ വണ്ടിയുണ്ട്. 2000 മോഡല് വാഗണർ. 2000 മോഡൽ വാഗണർ എത്ര? ഇത് നമുക്ക് ഫൈനലായിട്ട് 65 രൂപ കൊടുക്കാം. 65 രൂപയ്ക്ക്. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നോക്കിയാലോ? നിസാൻ മൈക്ര ഉണ്ട്. 2015-16 വണ്ടിയാണ്. 2015-16 ഡീസൽ ഇപ്പൊ വന്നിട്ടുള്ള വണ്ടി. ഇത് നമുക്കൊരു 2,60 കൊടുക്കാം. 2,60,000. 2015 15-16 ആണ്. നമ്മൾ കറക്റ്റ് കാറ്റലോഗ് വാച്ച് ചെയ്താൽ കാണാം. കിലോമീറ്റർ 1,20. 1,20. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ. ഈ നെക്സ്റ്റ് ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ സിൽവറും ഈ റെഡ് നമുക്ക് 1,10 കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2008 പുതിയ പേപ്പറാണ്. 2008 പുതിയ പേപ്പർ എടുത്ത ആൾട്ടോ സിൽവറും വരുന്നുണ്ട്. അതുപോലെ ചെറിയ റെഡും വരുന്നുണ്ട്. 1,10 അല്ലേ? 1,10. ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് രണ്ടും വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു കൊടുക്ക്. 1,10 അല്ലേ വരുന്നത്? 1,10 ആസ്കിംഗ് ആണ്. കൊടുക്കാം. പ്രൈസ് എന്തെങ്കിലും കുറച്ച് കൊടുക്കല്ലേ? പുതിയ പേപ്പർ എടുത്ത ആൾട്ടോ. ഓക്കെ. കുറഞ്ഞ ആൾട്ടോ ആണ് 75,000 ഉണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2006 LXi AC പവർ സ്റ്റാർ 26 പേപ്പറിലാണ്. 2006 LXi അല്ലേ? 26 വരെ പേപ്പർ ഉള്ളത്. 75,000 രൂപ കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നതാണ് വാഗണർ. 2012 മോഡൽ വാഗണർ ഉണ്ട്. LXi ആണ്. ഇത് നമുക്ക് 2,40 കൊടുക്കാം. 2012 മോഡൽ. 2012 മോഡൽ വാഗണർ 2,40. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ, 74,000 കിലോമീറ്റർ ഓട്ടോ. റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ് ഇല്ല. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വാഗണറോ? 2010 VXi ആണ്. അലവിലും കാര്യം കഷ്ടം ചെയ്ത വണ്ടിയാണ്. 2010 VXi അലവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് നോക്കണത് ഇപ്പൊ കേറിട്ടോളൂ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. 1,20,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,30 ആസ്കിങ്. ഇതിലൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് 85,000 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക്. ഏതാ മോഡലൊക്കെ വരുന്നത്? 11 ഉണ്ട്, 13 ഉണ്ട്, ഇത് 11 ഉണ്ട്, 10 വെസ്റ്റ് ഉണ്ട് 1,10. ഇതൊക്കെ ഇത് ബാക്കി 3 നമുക്ക് 85,000 രൂപ. ഈ പത്മിനി ഇത് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ട വണ്ടിയാണ്. നമ്മളിതിന് ആസ്ക് ചെയ്ത് 1,95. ഏതാ മോഡൽ? 95. അത് ഹാൻഡ് ഗിയർ എന്ന വണ്ടി കേട്ടോ. ഓക്കെ. പ്രൈസ് ആണ് ഇത് നമുക്ക് ഇപ്പൊ 1,60 കൊടുക്കാം. 1,60 കൊടുക്കാം. ഇത് ലോണൊന്നും കയറില്ലല്ലോ. ഓഫർ കേട്ടോ. നിങ്ങളെ വീഡിയോക്കുള്ള ഓഫർ. ഓക്കെ. റെഡി ക്യാഷ് ഉണ്ട് സാധനം എടുക്കാം. ഇനി അതേപോലെ തന്നെ റിഡ്സ് കിടക്കുന്നുണ്ട്. 2, 4, 5 വണ്ടി എടുക്കുന്നുണ്ട്. 2014 ഇത് നമുക്ക് 3,10 കൊടുക്കാം. 2014 ഡീസലോ പെട്രോളോ? ഡീസൽ VDI സ്പെഷ്യൽ എഡിഷൻ വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 5th ഓണർഷിപ്പ് ആയിട്ടാണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഈ റിഡ്സ് ഏതാ മോഡൽ? 2010 ആണ് ഇത് രണ്ടും.
2010 രണ്ടും. സോറി, ഇത് 2010 ഡീസലാണ്. ഇത് നമുക്ക് 230 കൊടുക്കാം. 230 കൊടുക്കാം. ഈ ഒരു 2009 പെട്രോൾ പുതിയ പേപ്പർ എടുത്തിട്ട് 190 കൊടുക്കാം. 190 കൊടുക്കാം. 5 ലത്തെ പുതിയ പേപ്പർ ഫിറ്റ് കേട്ടോ. ഓക്കെ. ഈ ഒരു ഇത് 2012 വണ്ടിയാണ്, ന്യൂ ഷേപ്പ് വണ്ടി. 2012 ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. ലെവലും കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഡീസൽ ആണോ? ഡീസൽ VDI ന്യൂ ഷേപ്പ് വണ്ടി കേട്ടോ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് 260 കൊടുക്കാം. 260 ഫിനാൻസും കൊടുക്കാം. റേറ്റ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഓക്കെ. ഈ ഒരു ഇത് 2015 വണ്ടിയാണ്. LDI VDI കൺവേർട്ട് ആക്കിയ വണ്ടി. ഇത് നമുക്കൊരു 340 കൊടുക്കാം. 340 കൊടുക്കാം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് നമ്മൾ കാണിക്കാത്തുണ്ടോ? കാരണം സ്വിഫ്റ്റ് 2 4 കാണിക്കാത്തുണ്ട്. ഇത് 2010 വണ്ടിയാണ്. 2010 സ്വിഫ്റ്റ്. ഇത് നമുക്കൊരു 2 lakhന് കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കാം. ഒരു 50,000 വണ്ടി കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇത് കാണിച്ചിട്ടുണ്ടല്ലോ സ്വിഫ്റ്റ്. 2015 VDI ആണ്. ഇത് നമുക്കൊരു 460 കൊടുക്കാം. 460 ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ. ഓക്കെ. ഡിസയർ 2 ഡിസയർ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 2 ഡിസയർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2013 വണ്ടി, 14 വണ്ടി. 2013 14 13 വൈറ്റ് എത്ര റേറ്റ് വരുന്നത്? 13 വൈറ്റിന് 390, 14 വണ്ടിക്ക് 4 രൂപ. 4 രൂപ. 2014 ഫുൾ ഓൺ ചെയ്തു. ഓക്കെ. നമ്മൾ അപ്പുറത്തെ യാർഡ് വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് പോവാ. ഫോർച്യൂണർ ആണോ? ഫോർച്യൂണർ ഇപ്പൊ വന്നതാ. ഫോർച്യൂണർ ഇപ്പൊ വന്നതാ. DL ആണോ അല്ലെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള വണ്ടി. ഏതാ മോഡൽ വരുന്നത്? 2009 പുത്തൻ പുതിയ പേപ്പർ എടുത്തിട്ട് 8 രൂപ കൊടുക്കാം. 2009 ഒറിജിനൽ കേരള വണ്ടി. പുതിയ പേപ്പർ എടുത്തിട്ട് 8 ലക്ഷം രൂപ അല്ലേ? ഏതാ? 4 വീൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 4 വീല്. അതിന് 6 lakh ഫിനാൻസും കൊടുക്കാം. ഒരു 2.5 ലക്ഷം രൂപ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസും ഉണ്ട്. പ്രോപ്പർ സർവീസും വണ്ടിയാണ്. അപ്പോൾ ഫോർച്യൂണർ കേരള പക്ക കേരള വണ്ടി വേണമെങ്കിൽ 2009 പുതിയ പേപ്പർ എടുത്തിട്ട് 8 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. നമുക്ക് ആ യാർഡിലേക്ക് പോയി നോക്കാം. ഓഫർ ഉണ്ടോ? ക്രിസ്റ്റ 2 വണ്ടിയുണ്ട്. 2 ഓഫറാണ്. 2 വണ്ടി. ഒരു വണ്ടിയോട് ഇവിടെ കാണുന്നത് അപ്പുറത്തുണ്ട്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡല് ഒറിജിനൽ കേരള. 2019 മോഡൽ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ഫുള്ള് ജെറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. G ആണ് വണ്ടി ഓപ്ഷൻ വരുന്നത്. ഫുള്ള് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ. 1,15,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പർ. നിങ്ങൾക്ക് നമ്പർ ചെക്ക് ചെയ്യാം. നമ്പർ കാണിച്ചെടുത്താൽ മതി. നമ്മുടെ നമ്പർ ഒന്ന് കാണിച്ചു. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ക ഇനോവ ക്രിസ്റ്റ അല്ലേ? റേറ്റ് ആസ്ക് ചെയ്യുന്നത് 19.5 ലക്ഷമാണ്. ഇതിന്മേൽ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഒക്കെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ചെക്കപ്പ് എടുത്തോളി. അറിയുന്ന മെക്കാനിക് ഉണ്ട്, ചെയ്യിച്ചോളി. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. ഇനി നമുക്ക് നിസാന്റെ എക്സ്പയർ ആണോ? ബുറുള്ള വണ്ടികളാട്ടോ. ഇത് മോഡൽ വരുന്നത്? ഇത് 2007 മോഡലാണ്. 2007 മോഡൽ. 7 മോഡൽ. 27 പേപ്പർ ഉണ്ടാവും അല്ലേ? പേപ്പർ ഉണ്ടാവും. ഓക്കെ. ഓണർഷിപ്പ് തേർഡോ കിടക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 2 lakh ഓടിയിട്ടുണ്ട്. 2 lakh. മെക്കാനിക് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 2.30 കൊടുക്കാം. 2,30,000 അല്ലേ? ലോണൊന്നും കയറില്ലല്ലോ? ലോൺ കിട്ടൂല. ഓക്കെ. ഈ ഒരു പോളോ ഏതാ മോഡൽ? നേരത്തെ പറഞ്ഞ പെട്രോൾ അല്ലേ വരുന്നത്? ഡീസലാണ്. ഡീസൽ ഹൈലൈൻ കേട്ടോ. ഹൈലൈൻ 2011 അല്ലേ പറഞ്ഞത്? 2011. ഓണർഷിപ്പ് നോക്കണം ഇപ്പൊ വന്നിട്ടുള്ളൂ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ചില്ലറ. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 260 കൊടുക്കാം. 260 കൊടുക്കാം. അതൊക്കെ കൊടുത്താണോ? ഓക്കെ. ഇത് കൊടുത്താണോ? ഫുള്ള് കൊടുക്കാം. ഇതൊക്കെ ഫുള്ള് സെയിൽ ആയതാണ്. ഓക്കെ. ഇനി സെയിൽ ആവാത്ത എവിടെ ഉള്ളത്? ഇത് എവിടെ ഉള്ളത്? ഈ ഇനോവക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 2008 മോഡൽ വണ്ടിയാണ്. 2008 മോഡൽ അല്ലേ? ടൈപ്പ് 4 ചെയ്ത വണ്ടിയാണ്. ടൈപ്പ് 4 ചെയ്തതാണ്. അതെ. ഓണർഷിപ്പ് 4ാമത്തെ. 28 വരെ പേപ്പർ ഇല്ലേ? ഇത് കേരള വണ്ടിയാ? റീ ആണ് വരുന്നത്. നമ്പർ ആയതാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. നമുക്കൊരു 3 ലക്ഷത്തിന് കൊടുക്കാം. 3.5 ലക്ഷത്തിന്. 2.5 വരെ ഫിനാൻസും കൊടുക്കാം. 2.5 വരെ ഫിനാൻസും കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ് അവിടെ ഉണ്ട്. ഏത് ഇതോ? അതെ. ഓക്കെ. ഒറിജിനൽ കേരള V ഓപ്ഷൻ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2007 മോഡൽ. 2007 മോഡൽ. 27 വരെ പേപ്പർ ഉണ്ട്. 27 പേപ്പർ ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല കേട്ടോ. എങ്ങനെ? മേജർ ഒന്നുമില്ല. മേജർ കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 3.90 കൊടുക്കാം. 3,90,000. എത്ര ലോൺ കയറടാ? ലോൺ നമുക്ക് 2 lakh കൊടുക്കാം. 2 lakh ചെയ്ത് കൊടുക്കാം. സൈറ്റ് ലോൺ അല്ലേ വരുന്നത്? അല്ല, ശ്രീരാമ കൊടുക്കാം. ശ്രീരാമ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഫോർഡ് എക്കോസ്പോർട്ട് ഏതാ മോഡൽ വരുന്നത്? 2015 ടൈറ്റാനിയം പ്ലസ്. 2015 ടൈറ്റാനിയം പ്ലസ്. ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,50,000. 1,50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ ആവറേജ് ടയറൊക്കെ വരുന്നുണ്ടല്ലോ. അലവിലും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് ഒരു 4.20 കൊടുക്കാം. ഒരു 4 lakh ഫിനാൻസും കൊടുക്കാം. ഒരു 20,000 വേണ്ട. എന്താ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ. ക്രെറ്റ ഏതാ മോഡൽ? ഡീസൽ അല്ലേ? ചെറിയ ടോക്കൺ ആണെന്നാലും പറയാം. 2020 വണ്ടിയാണ്. നമുക്ക് ഒരു 8 ലക്ഷം രൂപ കൊടുക്കാം. 2020 ക്രെറ്റ 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ കൊടുക്കാം.
ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടം ചെറിയ കൂടുതലുണ്ട്, 150 ഓടിക്കണേ. അതാണ് പക്ക പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ടോക്കൺ ആയതുകൊണ്ട് ഇപ്പോ ഏതിനും വിളിക്ക്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന BMW X3 അല്ലേ? X3 2012 മോഡൽ വണ്ടിയാണ്. കാൽ 11 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. വണ്ടി 90 ഓട്ടം. കാൽപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട്. അതെ. എങ്ങനെയാണ് ഫീച്ചേഴ്സ്? 2012 സെക്കൻഡ് ഓണർ വണ്ടി, 90 കിലോമീറ്റർ ഓട്ടം. X3 ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് നമുക്കൊരു റേറ്റ് 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപയ്ക്ക് അത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ മുസ്തഫർ, നമ്മൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ പോകണം. നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കറക്റ്റ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടേക്ക് അടുത്ത് തറയിട്ടാല് കേസ്കാറിലുള്ളത്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതിൽ ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു ഹായ് ഇട്ടാൽ 2 ലിങ്ക് വരും. അതിൽ ഫസ്റ്റ് ലിങ്കിൽ പ്രോപ്പർ കാറ്റലോഗ് കിട്ടും, രണ്ടാമത്തിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അല്ലേ? അപ്പൊ എന്തായാലും നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, നിങ്ങൾ മിസ്സാക്കാൻ നിൽക്കണ്ട.